ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നതിന് ശേഷവും അസ്സലാമു അലൈക്കും എന്ന് പറയുകയും അർത്ഥം കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ എത്രയോ വർഷങ്ങളോളം വാങ്കുവിളി പതിവായിട്ട് അൾത്താരയിൽ ഉയർത്തുകയും ചെയ്ത വ്യക്തി, ഇൻഷാ അല്ലാഹ് എന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള വ്യക്തി ഇസ്ലാമിലായിരുന്ന വ്യക്തികളെ തന്നെ തേടിപ്പിടിച്ച് അവരുമായി സംഘമുണ്ടാക്കിയെങ്കിൽ ഇസ്ലാം അരൂപി സ്വാധീനമുള്ള ഒരു ട്രസ്റ്റാണ്. സ്റ്റാഫിൽ ബഹുഭൂരിപക്ഷവും ഇസ്ലാം പശ്ചാത്തലമുള്ളവരാണ്. അടുത്തൊരു പോയിന്റ് നാം മനസ്സിലാക്കേണ്ടത്, ഇസ്ലാം അരൂപി സ്വാധീനമുള്ള ഒരു ട്രസ്റ്റാണെങ്കിൽ ആ സംഘടനയുമായി ക്രൈസ്തവ എത്രമാത്രം സഹകരിക്കണം. ക്രൈസ്തവ ഭക്ത സംഘടനകൾക്ക് വിൻസെൻ്റ് പോളിനോ ഒക്കെ നാം ദശാംശം കൊടുക്കാറുണ്ട്. അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം നാം ദൈവത്തിൻ്റെ സഭയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് സുവിശേഷാത്മക മൂല്യങ്ങളുടെ പോഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് അത് ദൈവത്തിന് കൊടുത്തു എന്ന് വരിക. ദശാംശമാണ് കൊടുക്കുന്നതെങ്കിൽ ആ ദശാംശം ദൈവത്തിൽ എത്തണം എന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം. അതിനൊരു സ്വർഗീയ പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട് നമ്മളെ. ആ സ്വർഗീയ അരൂപിയുള്ള പ്രസ്ഥാനത്തിന് കൊടുക്കുമ്പോഴാണ് ഫലം കിട്ടുക. അങ്ങനെയെങ്കിൽ ഇതുവരെ ഈ പ്രസ്ഥാനത്തെ ഒരു ഇസ്ലാം അരൂപി സ്വാധീനമുള്ള പ്രസ്ഥാനത്തെ സഹായിച്ചവർക്കൊക്കെ അതൊരു നഷ്ടമായിപ്പോയി, സ്വർഗീയ പ്രതിഫലം കിട്ടില്ല എന്ന് വരുമോ? കുറച്ചു കാലം മുമ്പ് ഒരാളുടെ സങ്കടങ്ങളെല്ലാം കേട്ടപ്പോഴാണ് ദശാംശമൊക്കെ ഒത്തിരി കൊടുത്തിട്ടും സാമ്പത്തികമായി തകർന്നു പോയി എന്നൊരു വിലാപം കേട്ടപ്പോൾ ഞാനും ആലോചിച്ചു, എന്തുകൊണ്ട് ഈ തകർച്ച? അപ്പോൾ വിശദമായി സംസാരിച്ച് ചോദിച്ച് വന്നപ്പോഴാണ് അറിയുന്നത്, നക്സൽബാരിക്ക് അദ്ദേഹം ഒത്തിരി സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. ആന്ധ്രാപ്രദേശിലുള്ള നല്ലൊരു കരിസ്മാറ്റിക്കാരനാണ്. അവിടങ്ങളിൽ നക്സൽബാരികൾ ഒത്തിരിയുണ്ട്. വളരെ ദയനീയമായ അവസ്ഥയിൽ അടിമകളെപ്പോലെ പണിയെടുക്കുന്ന പാവങ്ങൾക്ക് ഒന്നും ലഭിക്കാറില്ല. അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ഈ സമ്പന്നരെ വെടിവെച്ച് കൊന്നിട്ടാണെങ്കിലും കാശെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കണം എന്നൊക്കെയുള്ള ആ പരസ്നേഹ ചിന്തയാൽ അവിടെ നക്സൽബാരികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു നല്ല ഉദ്ദേശമല്ലേ, അവർ പാവങ്ങൾക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇയാൾ ദശാംശ കാശിൽ നിന്ന് പലപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നു. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന കാശ് ദൈവനിഷേധ പ്രസ്ഥാനത്തിന്, അങ്ങനെ ഒരു പൈശാചിക പ്രസ്ഥാനത്തിന് കൊടുത്തു എന്ന് വന്നാൽ ഉണ്ടാകാനിടയുള്ള തകർച്ച എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി, നിങ്ങൾക്ക് വന്ന തകർച്ച ന്യായമാണ്. ദശാംശം കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് ബന്ധം പൈശാചിക ശക്തികളോടാണ്. പ്രജകൾ രാജാവിന് കപ്പം കൊടുക്കുന്നു, ആ രാജാവ് ആ സാമ്രാജ്യത്തിലെ ചക്രവർത്തിക്ക് കപ്പം കൊടുക്കുന്നു. അപ്പോൾ മറ്റൊരു സാമ്രാജ്യക്കാരുടെ ആക്രമണത്തിൽ നിന്നും ഈ രാജ്യത്തെയും ചക്രവർത്തി സംരക്ഷിക്കും. ആർക്ക് കപ്പം കൊടുക്കുന്നുവോ, ആർക്ക് ടാക്സ് കൊടുക്കുന്നുവോ അവരുടെ അധീനതയിലാണ് നമ്മൾ. അപ്പോൾ ക്രൈസ്തവ അരൂപിക്ക് ചേരാത്ത മറ്റൊരു അരൂപി സ്വാധീനമുള്ള പ്രസ്ഥാനങ്ങൾക്ക്, ഇസ്ലാം അരൂപി സ്വാധീനമുള്ളതോ ആയ ഏത് പ്രസ്ഥാനത്തിനും നാം ദശാംശക്കാശ് കൊടുത്താലും ആ അരൂപി ശക്തികളുടെ സ്വാധീന വലയത്തിലാവുന്നുണ്ട്. അതൊരു വലിയ കുടുക്കും കെണിയും തകർച്ചയും ദുരന്തവുമാണ്. ആത്മീയമായ റെസിപ്റ്റ് കിട്ടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടതെങ്കിൽ ആരുടെ റെസിപ്റ്റാണ് കിട്ടിയിരിക്കുന്നത്? സ്വർഗത്തിൻ്റെ മുദ്രയുള്ള റെസിപ്റ്റാണോ, നരകത്തിൻ്റെ മുദ്രയുള്ള റെസിപ്റ്റാണോ കിട്ടിയിരിക്കുന്നത്? നരകത്തിൻ്റെ മുദ്രയുള്ള റെസിപ്റ്റും കൈപ്പിടിച്ച് സ്വർഗത്തിലേക്ക് നമ്മൾ കയറി ചെന്നാൽ അവിടെ സ്വീകാര്യമാകുമോ? അങ്ങനെയെങ്കിൽ ക്രൈസ്തവർ ഇത്രയും കാലം അതിനോട് സഹകരിച്ചത് എത്രമാത്രം ശരിയാകും?